ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് പ്രിപ്പറേഷൻസും അതുപോലെ ടിഫിൻ ബോക്സ് പാക്കിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് ഉപകാരമാവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വാച്ച് ചെയ്യാം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനാട്ടോ സ്കൂളിലുള്ള ദിവസങ്ങളിലൊക്കെ നോക്കാറ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലെ പണികൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തീർക്കുക. അപ്പോൾ ഇന്ന് തട്ടിക്കൂട്ടൊരു കട്ടിപ്പത്തിരിയായിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി അത് ചൂടാറുന്ന സമയം കൊണ്ട് കുമ്പളം മോരുകറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുമ്പളമൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞളും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിൽ ഒരു വിസിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ ചിരവുന്നുണ്ട്. കട്ടിപ്പത്തിരിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും ചിരവി എടുക്കുന്നുണ്ട്. അപ്പോൾ പൊടി ഏകദേശം ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊടി കുഴച്ചെടുക്കുകയാണ്. പത്തിരിക്കൊക്കെ കുഴക്കുന്ന മാതിരി ഒരുപാട് നേരം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നേരം കുഴച്ചിട്ട് അതിലേക്ക് ഒരു പിടി തേങ്ങയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയേ. തേങ്ങ ഒരുപാട് ചേർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊള്ളി കിട്ടാൻ പണിയാവേ. അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്തി കൊടുക്കുക. പിന്നെ പത്തിരിക്ക് ഇടുന്ന മതി അങ്ങനെ പത്തിരി നമ്മൾ പൊടി തട്ടുമല്ലോ, അതേമാതിരി പൊടി തട്ടേണ്ട ആവശ്യമില്ല. ഓരോന്ന് പ്രസ്സിൽ പരത്തിയെടുക്കുക. എന്നിട്ട് നേരെ കല്ലിലിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. പത്തിരിക്ക് ചുടുന്ന മാതിരി തന്നെ ഒരു ഭാഗം കുക്കായതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം വെക്കുക. എന്നിട്ട് അത്യാവശ്യം കുക്കായതിന് ശേഷം ഇതേമാതിരി നെയ്യൊന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊള്ളി കിട്ടുമേ. അതേമാതിരി ബാക്കിയുള്ള എല്ലാ പത്തിരിയും പൊള്ളിച്ചെടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് കഴിയും. പെട്ടെന്ന് പത്തിരിയുടെ പണിയില്ല, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തേങ്ങയും പഞ്ചാരയോ അല്ലാന്നുണ്ടെങ്കിൽ തലേന്നത്തെ മീൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ പത്തിരിയും ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കുമ്പളം കറി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുക. അതിന് വേണ്ടി തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് തൈരും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ കുമ്പളം മോര് കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഉച്ചകലത്തെ ലഞ്ച് ആവാമെന്ന് പറയുന്നത് കുറച്ചും കൂടി സിമ്പിളാട്ടോ. പിന്നെ ഇതിലേക്ക് വറവിട്ട് കൊടുക്കുന്നതിലേക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതോടുകൂടിയാണ് നമ്മുടെ ഉച്ചകൽക്കുള്ള ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ. പിന്നെ ചീര തോരനുണ്ട്. ചുവന്ന ചീര തോരനാട്ടോ വെച്ചിട്ടുള്ളത്. അതിലേക്ക് വൻപയർ ഉപ്പേരിയാണ്. കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ മമ്പയർ എന്ന് പറഞ്ഞപ്പോൾ അല്ലോ ബമ്പയറാണോ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പം ഇനി വൻപയർ തന്നെ കറക്റ്റായിട്ട് പറയാം കേട്ടോ. അതിലേക്ക് ഫിഷ് ഫ്രൈയും വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുമ്പളം മോര് കറി കേട്ടോ ഇന്നത്തെ ലഞ്ചിന്. പിന്നെ ഫിഷ് ഫ്രൈയിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിഷിൻ്റെ തലയും വാലൊക്കെ എടുത്തിട്ട് മുളകിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആക്കണേ ഇന്നത്തെ ചോറിനുള്ള കൂട്ടാനുകൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഈ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. മാത്രമല്ല നമ്മുടെ ചാനൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻസും അതുപോലെ തന്നെ സപ്പോർട്ടും പ്രതീക്ഷിക്കും.